എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, രേണു സുധി എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസിൽ പോയ സമയത്ത് നമ്മൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരുന്നത്. പുള്ളിക്കാരത്തി അവിടെ നല്ല നല്ല കണ്ടന്റുകളൊക്കെ നമുക്ക് തരുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് പുള്ളിക്കാരത്തി 35ാമത്തെ ദിവസം ബിഗ് ബോസ് വീടിന് പടിയിറങ്ങുകയാണ്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാല് പ്രേക്ഷകരുടെ വോട്ടൊന്നും അല്ല, കുറവുകൊണ്ടൊന്നും അല്ല പുള്ളിക്കാരത്തി പുറത്തേക്ക് വന്നത്. അതിന്റെ കാരണം നിരന്തരം ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരത്തി. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഋതപ്പനെ കാണണം, എനിക്ക് കിച്ചുവിനെ കാണണം, എനിക്ക് തലയിൽ പേൻ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ നിരന്തരം ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതിന്റെ പ്രകാരം ബിഗ് ബോസ് നമ്മുടെ രേണു സുധിയെ, നമ്മുടെ ലാലേട്ടൻ തന്നെ വന്നിട്ട് വീടിനുള്ളിൽ നിന്നും കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇത് നമ്മൾ എല്ലാവരും കണ്ടൊരു കാര്യമാണ്. ഇതിനു മുമ്പ് നമ്മളൊരു കണ്ട കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി എപ്പോഴും ക്യാമറയുടെ മുന്നിലൊക്കെ ചെന്നിട്ട് പോണം പോണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് കുറവായിരുന്നു. അപ്പോൾ കാപ്പിയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ രേണുസുതി പറഞ്ഞു, അയ്യോ ഇവിടെ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചത്തുപോവും, എന്നെ കൊണ്ട് ആരോഗ്യമൊന്നുമില്ല ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാണ്ട് ഇവിടെ നിൽക്കാനായിട്ട്, എനിക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ നിർബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളായിരുന്നു രേണുസുതി. പിന്നെ പേനിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതേക്കുറിച്ചിട്ടൊക്കെ പുറത്ത് വന്നതിന് ശേഷം രേണു പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ കണ്ടന്റ് ആയിരുന്നു അത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല, പുള്ളിക്കാരത്തിയുടെ തലയിൽ പെയിൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ പറക്കി കൊല്ലുന്നത് നമ്മൾ കാണാറും ഉണ്ടായിരുന്നു. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, പേനിന്റെ വിഷയമൊക്കെ അവിടെ കിടക്കട്ടെ. അങ്ങനെ പുള്ളിക്കാരത്തി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പുള്ളിക്കാരത്തി കൊടുത്ത ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ 35 ദിവസം അവിടെ നിന്നല്ലോ, ഒരു ദിവസം നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ അത് എൻ്റെ കഴിവാണ്, എൻ്റെ മിടുക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. രേണുസുതി 35 ദിവസം കഴിഞ്ഞപ്പോൾ രേണുസുതിയുടെ ഇഷ്ടപ്രകാരമാണ് പുറത്തേക്ക് ഇറങ്ങിയത്, അല്ലാണ്ട് എന്നെ എവിക്റ്റാക്കി വിട്ടതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഭയങ്കര കീറലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുസുതിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, രേണുസുതി 35 ദിവസം അവിടെ നിന്നെങ്കിൽ അത് രേണുസുതിയുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല. ഒട്ടും കഴിവില്ലാത്തൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ ശരിക്കും അത് രേണുസുതി ആണെന്നേ പറയേണ്ടതുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ ഒരു കോണ്ടന്റുകൾ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുള്ളിക്കാരത്തി അവിടെ നിന്നതിന് കാരണമെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി സുധിയുടെ ഭാര്യയാണല്ലോ എന്നുള്ള ആ ഒരു സ്നേഹം വെച്ചിട്ട് കൊടുത്ത വോട്ട്, വിധവയാണല്ലോ എന്നുള്ള രീതിയിൽ കിട്ടിയ വോട്ടുകൾ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണല്ലോ എന്ന് കരുതിയിട്ട് കൊടുത്ത വോട്ടുകൾ. അപ്പോൾ ഈ വോട്ടുകൾ കാരണമാണ് രേണുസുതി അവിടെ നിലനിന്നത് എന്ന് പറയുന്നത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഞാനും പുള്ളിക്കാരത്തേക്ക് ആദ്യ സമയങ്ങളിലൊക്കെ വോട്ട് കൊടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ അവരെ വിമർശിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്തും വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. എന്നാലും പാവം ഒരു സ്ത്രീയല്ലേ, എന്തായാലും ബിഗ് ബോസിൽ എത്തിയില്ലേ, കുറേ നാളെങ്കിലും അതിനുള്ളിൽ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് പലതവണ ഞാൻ അവർക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി പുറത്ത് വന്നതിൻ്റെ ഉദ്ദേശം ശരിക്കും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഇവർക്ക്, നമ്മൾ കേട്ടിട്ടില്ലേ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ അത് അവിടെ കിടക്കില്ല എന്ന്. കുപ്പക്കുഴിയിലെ അട്ട കിടക്കത്തുള്ളൂ, മെത്തേൽ കിടത്തിയ അത് അവിടെ നിന്ന് പോവും, ഒരിക്കലും അതിന് അവിടെ കിടക്കാൻ പറ്റില്ല. അത് തന്നെയാണ് എനിക്ക് രേണുസുധിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പുള്ളിക്കാരത്തിയുടെ ഒരു സ്റ്റേജ് പെർഫോമൻസ് കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൽ പലരും പറയും അവർ ചെയ്തതിന് എന്താ കുഴപ്പം, അവർ മനോഹരമായിട്ട് ഡാൻസ് കളിച്ചില്ലേ, അവരുടെ ഡാൻസിന് എന്താണ് കുഴപ്പം എന്നൊക്കെ പലരും പറയും. ശരിക്കും പറഞ്ഞാൽ സുധി എന്ന് പറയുന്ന ഒരു കലാകാരനെ, അദ്ദേഹം മഹാകലാകാരനൊന്നും അല്ലെങ്കിൽ പോലും കുറേയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ്, ഒരു ലോ ക്ലാസ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു പെർഫോമൻസിനെ കാണുന്നത്. ഒരു ചെറിയ സ്റ്റേജ് ചെറുതായതൊന്നും ഒരു പ്രശ്നവുമില്ല, പക്ഷേ ചെയ്യുന്ന പരിപാടിക്ക് ഒരു നിലവാരം വേണം. വെറും കൂതറയെന്ന് പറഞ്ഞാൽ തനി കൂതറയെന്ന് വേണമെങ്കിൽ പറയാം. ഇവര് ഈ പറയുന്നത് പോലെ സുധി എന്ന് പറയുന്ന ഭർത്താവിന്റെ പേര് രായ്ക്ക് രാമൻ ഒരു 40,000 തവണയെങ്കിലും ഒരു ദിവസം പറയും. ആ പറയുന്ന അവർക്ക് ആ ഒരു മനുഷ്യനൊരു വിലയുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു പോയി എങ്കിലും അദ്ദേഹത്തിന് ഒരു വിലയുണ്ട്. അപ്പോൾ അതൊന്ന് കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഒട്ടും ബോധമില്ലാതെ എന്താണ് ഈ കാണിക്കുന്നത്, വെറും കച്ചറകൾ കിടന്ന് കൂത്താടുന്ന കണക്കാണ് ഈ സ്ത്രീയുടെ ഈ ഒരു തുള്ളലിനെ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ തുള്ളലൊന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ ഇതാണ് ആ ഒരു തുള്ളൽ. ഈ ഒരു തുള്ളൽ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ഇവർ ഇപ്പം ചെയ്തത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പുള്ളിക്കാരത്തിയെ തന്നെ ഇൻസ്റ്റാഗ്രാം തുറന്നാലൊക്കെ കാണാനായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കാര്യം. പുള്ളിക്കാരത്തി പേനിൻ്റെ പേര് പറഞ്ഞു. പേൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്, അതവിടെ ഇരിക്കട്ടെ. പേന് സാധാരണ മനുഷ്യരുടെയൊക്കെ തലയിൽ ഉണ്ടാവുന്നത് തന്നെ. അത് തലയിൽ കൂടുതൽ അഴുക്കും അതുപോലെ തന്നെ വിയർപ്പ്, അഴുക്ക് ഇതെല്ലാം കൂടിയൊക്കെ വരുമ്പോഴത്തേക്ക് തല, അതും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം തല കഴുകുന്ന ഒരു വ്യക്തിയുടെ തലയിൽ പേൻ കാണും. അത് സ്വാഭാവികമാണ്. എണ്ണ തേച്ച് അതൊന്ന് ചീകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കാതിരിക്കുന്ന തലയിൽ പിന്നെ സ്വാഭാവികമായിട്ട് പേനും താരനും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതല്ല ഇവിടെ പറയുന്നത്. ആ ബിഗ് ബോസ് പോലുള്ള ഷോയിൽ ഈ ഒരു സ്ത്രീ നിൽക്കാണ്ട് നിരന്തരം എനിക്ക് പോകണമെന്ന് പറയുകയും അതിൻ്റെ പേരിൽ മക്കളുടെ പേര് പറയുകയും ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ വെറുതെയാണ്, വെറുതെ. കാരണം പുള്ളിക്കാരത്തിക്ക് അവിടെ കിടക്കാൻ പറ്റില്ല, ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കിടക്കാൻ പറ്റില്ല. അവിടെ ഫുഡ് കുറവാണ്, അതുപോലെ ഇത് കണക്ക് തുള്ളിച്ചാടാൻ പറ്റില്ല, ഇതുപോലെ കുട്ടി ഫ്രോക്കും ഇട്ടിട്ട് ഇതുപോലെ സ്റ്റേജിലൊക്കെ ചെന്നിട്ട് ഇല്ല മതം വെട്ടിയ പിള്ളേർ കാണിക്കുന്നത് കണക്കുള്ള കൂത്താട്ടങ്ങളൊന്നും ബിഗ് ബോസിനുള്ളിൽ നടക്കില്ല. അവിടെ ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ പെർഫോമൻസ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്യണോ, നമുക്കൊരു കണ്ടന്റായിട്ട് എന്ത് വേണേലും അവിടെ കൊണ്ടുവരാം. പക്ഷേ ഇതുപോലെ പറ്റില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരത്തിക്ക് എപ്പോഴും നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കുന്നതിലാണ് പുള്ളിക്കാരത്തിയുടെ മിടുക്കെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരത്തിയുടെ ഈ ഒരു ഡെപ്പാങ്കൂത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അത് അവിടെ കിടക്കില്ല, അത് കുപ്പക്കുഴിയിലേ കിടക്കുള്ളൂ എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോൾ ഈ കമന്റ് ബോക്സിന്റെ അടിയിൽ പുള്ളിക്കാരത്തിന് PR ഒക്കെ വരും, തൂറി വെക്കാനായിട്ട് വരും, വന്നോട്ടെ, അതിലൊന്നും ഒരു വിഷയമില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ചില കാര്യങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രേ പറയാനുള്ളൂ. ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. എല്ലാവർക്കും